ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ആകെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു അവയവം അത് നാവാണ്. ഈ നാവിന്റെ മുമ്പിൽ എത്ര വില്ലാളി വീരനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഭാര്യയുടെ നാവിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഏത്തയിടും, അതിൽ യാതൊരു സംശയമില്ല. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും കണ്ടിട്ടില്ലേ, പുറത്തിറങ്ങുമ്പോൾ ടെൻഷനായിട്ട് ഏത് ഭർത്താക്കന്മാര് പുറത്തിറങ്ങുന്നു എപ്പോഴും വല്ലാത്തൊരു പേടിയും അതല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടെ പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കണം ഭാര്യ നല്ലതുപോലെ പെരുമാറി വിട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം. ചിലര് പള്ളിയിൽ വരും, പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ മണ്ടയിൽ കയറും, ചിലര് വന്ന് മുഹമ്മദിന്റെ മണ്ടയിൽ കയറും, ചിലര് വന്ന് മുത്താലിമിയുടെ മണ്ടയിൽ കയറും. എന്തുകൊണ്ടെന്നറിയോ? വീട്ടിൽ നിന്ന് ഭാര്യ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് വിട്ടതിന്റെ അടയാളം. ഭാര്യ വരച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഭർത്താക്കന്മാർ അനങ്ങൂല. എന്റെ സഹോദരിമാരെ ഞാൻ പറയുകയാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചാൽ കഷ്ടപ്പെടുന്ന ഭർത്താവ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ തലമണ്ട പഴുത്തിട്ട് അത് മൂക്കിന്റെ ദ്വാരത്തിലൂടെ, മൂക്കിന്റെ 2 ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചലമൊഴുകുമ്പോ നീ നിന്റെ നാവ് കൊണ്ട് അത് ഒപ്പിയെടുത്തു കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള കടമ നീ നിർവഹിച്ചവളാകില്ല എന്ന് പഠിപ്പിച്ച ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുക, നീ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞാൽ, അസഭ്യം ചൊരിഞ്ഞാൽ, നീ അശ്ലീല ചുവയുള്ള വാക്ക് പറഞ്ഞാൽ, ആദരിക്കാതെ ബഹുമാനിക്കാതെയുള്ള വാക്കുകൾ പറഞ്ഞാൽ നീ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടു. സഹോദരിമാര് പറയും, ഉസ്താദേ ഇനി 3 എണ്ണം പറയണ്ട, അൽഹംദുലില്ലാഹ് നരകത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ കൂടി ഞാൻ ആയിരിക്കുകയാണ്. ഇനി 3 എണ്ണം പറയണമെന്നില്ല. ചില ഭർത്താക്കന്മാര് പറയും, അങ്ങനെ വാള് പറഞ്ഞു കൊടുക്കും മുസ്ലിയാരെ, ഇന്നെങ്കിലും സന്തോഷമായിട്ട് കിടന്നു. ഭാര്യമാർ അങ്ങനെ. ആദ്യമായിട്ട് എന്റെ സഹോദരിമാരോട് പറയാം, അള്ളാഹുവിന്റെ റസൂൽ മെഹറാജിന്റെ യാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകന് കണ്ട ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണെങ്കിൽ എന്റെ സഹോദരിമാരെ, ചോദിക്കാനും പറയാനും ആളുള്ളവരാണ് ഭർത്താക്കന്മാര്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ദുനിയാവിലുള്ള ആദ്യത്തെ കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ മക്കളെ ഉപ്പയായിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളോട് വലിയ സ്നേഹമുള്ളവരായിരിക്കും. ഇതെന്തേ ഇത്ര ഉസ്താദുമാർക്കും മൊയ്ലാക്കന്മാർക്കൊക്കെ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരി, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, അവന് വിഷമം വരുന്നൊരു വാക്ക് പറഞ്ഞാൽ, ചോദിക്കാനും പറയാനും നിന്റെ ഭർത്താവിന് ആളുകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് പറയാൻ പറ്റൂല. കാരണം എന്താ? നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയാൻ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് പറഞ്ഞാൽ അവള് പറയുന്നത് എന്തായിരിക്കും? ചുമ്മാതല്ല, കുറച്ചു നാൾ കൊണ്ട് മൊബൈലിൽ കോൾ വരുമ്പോൾ കൊണ്ട് ഓടുന്നത്. ചോദിക്കാനും പറയാനും ആളൊക്കെ ആയി തുടങ്ങിയല്ലേ എന്ന് ഭർത്താവിനോട് ഭാര്യ ചോദിക്കും. ചോദിക്കാനും പറയാനും ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ഭർത്താവിന് വിഷമമുള്ള ഒരു കാര്യം നീ പറഞ്ഞാൽ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് വേദനയുള്ള പ്രയാസപ്പെടുന്ന ഒരു വാക്ക് നീ പറഞ്ഞാൽ, അല്ലാഹു തആല നാളെ നിന്റെ ഭർത്താവിന് കൊടുക്കുന്ന ഹൂർലീങ്ങളിൽപ്പെട്ട പെണ്ണുണ്ടല്ലോ എന്റെ സഹോദരിമാരെ, നിന്റെ ഭർത്താവിന് നാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന ഹൂറാനികളിൽപ്പെട്ട ഒരു പെണ്ണ്, ആ സ്ത്രീ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കുന്ന, അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗത്തിൽ താമസിക്കുന്ന നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സുന്ദരി ഉണ്ടല്ലോ, നിങ്ങളെ പോലെ സൗന്ദര്യമല്ല എന്റെ സഹോദരിമാരെ, ദുനിയാവിലെ സ്ത്രീകളെ പോലെയല്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യം എത്രയോ വലുതാണ്. ഓ സ്ത്രീകളിൽപ്പെട്ട ഒരു ഹൂറാനികളായ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ വന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുമ്പോ, നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോ നിന്നോട് പറയുന്നത് എന്തെന്നറിയോ? ലാ തുദീഹി ഖാതലകില്ല, ലാ തുദീഹി ഖാതലകില്ല. പെണ്ണേ, നിന്റെ ഭർത്താവിനെ നീ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ, നിന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഫഇന്നമാ ഹുവ ഇൻദകി കുറച്ചു നാളെ നിന്റെ അടുക്കൽ ജീവിക്കാൻ വന്നവനാണ് അവര്. അത് കഴിഞ്ഞാലും മടങ്ങി ഞങ്ങളിലേക്ക് വരേണ്ടവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ തൊട്ടുപോകരുത്, മിണ്ടി പോകരുത്, അവനെ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. അല്ല
നിന്നെ വെറുതെ വിടൂല, പടച്ചതമ്പുരാൻ നിന്നെ വെറുതെ വിടൂല. അതുകൊണ്ട് നീ വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ എന്നോ ഓരോ ദിവസം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കിട്ടണേ. വിഷമത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ എന്റെ പെങ്ങള് അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ള സുന്ദരിയായ സുമുഖിയായ പെണ്ണ് നിന്നോട് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഒന്നാമത് ഖുറാനികളായ സ്ത്രീകൾ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. നിന്നെ അല്ലാഹു വെറുതെ വിടൂല പെണ്ണേ, അതുകൊണ്ട് നീ തൊട്ടുപോകരുത് ഭർത്താവിനെ. അത് കഴിഞ്ഞാൽ നീ മരണപ്പെട്ടു പോയി, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലരാ മദീനത്തെ പള്ളിയുടെ തൊട്ടുതാഴെയുള്ള മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള റസൂലുള്ളാഹിന്റെ വീടിന്റെ ഉള്ളറകളിൽ ഇരുന്ന് ഒറ്റയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അലിയാർ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ റസൂലുള്ളാഹിയെ കാണാൻ പോവുകയാണ്. നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന ഫാത്തിമ നോക്കുമ്പോൾ കാണുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂലരാ പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, യാ അബി യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെയും കരയുന്നത് ആരാ? നിങ്ങളെ കരയിപ്പിച്ചത്? എന്തോർത്തിട്ടാ നബിയെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, ഞാൻ നരകം കണ്ട ആ രാത്രിയില്, നരകം കണ്ടുപോയ രാത്രിയില് ഒരു പെണ്ണിനെ അല്ലാഹു പീഡിപ്പിക്കുന്ന രംഗം കണ്ടപ്പോ മാലാഖമാര് ആ പെണ്ണിനോട് കാണിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോ ഫബകൈതു യാ ഫാത്തിമ, ഞാൻ അതുകൊണ്ടാണ് കരഞ്ഞു പോകരുതെന്ന് പറയുമ്പോ എന്റെ ഭർത്താക്കന്മാരായ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്കൊരു രോഗം വരുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളുടെ ഭാര്യയ്ക്കൊരു തലവേദന വന്നാൽ നിങ്ങൾക്ക് സഹിക്കൂലല്ലോ. എത്രയോ ഭാര്യമാരെയാ ഭർത്താക്കന്മാര് പൊന്നുപോലെ നോക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം പ്രഭാഷണം നടത്തുന്ന വേദിയില് എത്രയോ വർഷമായി, 8ഓളം വർഷമായി ഭാര്യയ്ക്ക് ക്യാൻസറാ. ആ പ്രിയപ്പെട്ട ഭർത്താവെന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യയെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും ഭർത്താവ് വേണം, ആഹാരം കൊടുക്കണമെങ്കിലും ഭർത്താവ് വേണം. എന്തിനും ഭർത്താവില്ലാതെ കഴിയാത്ത അവസ്ഥയില് ആ സഹോദരനെ സഹോദരിയെ കളഞ്ഞില്ലല്ലോ, ആ ഭർത്താവ് ഭാര്യയെ കളഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാർക്കൊരു രോഗം വന്നാ സഹിക്കാത്ത ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവളല്ലേ, ഞാനങ്ങ് സഹിച്ചോളാം, ഞാനങ്ങ് സഹിച്ചോളാമെന്ന് പറയല്ലേ. നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തേക്ക്. എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിസ്സാരമായ ഒരു വാക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ മിറാജിന്റെ യാത്രയിൽ നരകത്തെ കാണുമ്പോ ആ ഒരു പെണ്ണിനെ അല്ലാഹു ശിക്ഷിക്കുന്ന ശിക്ഷ കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓർത്തോർത്ത് കരഞ്ഞു പോയെങ്കിൽ ഫാത്തിമ ബീവി ചോദിക്കുകയാ, നബിയേ, എങ്ങനെയാണ് ആ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടത്? എങ്ങനെയാ പെണ്ണ് ശിക്ഷിക്കപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ, ഓ പെണ്ണിന്റെ നാവിനെ അല്ലാഹു തആല പിടിച്ചു വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ്. എത്ര മുഴമെന്നറിയോ? ഇന്നത്തെ നാവിന്റെ നീളമല്ല, നരകത്തിലെങ്ങാനെ കടന്നുപോയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 70 ദിറാഅ, ഒരു പെണ്ണിന്റെ നാവിന്റെ നീളം 70 മുഴമാണ്. സുബ്ഹാനല്ലാഹ്, ഈ 70 മുഴമുള്ള നാവിനെ അല്ലാഹു പിടിച്ചു നീട്ടിയിട്ട് അതാ അടുത്ത് കാണുന്ന തീനാരുള്ള ഒരു തൂണിൽ ബന്ധിച്ചിരിക്കുകയാ. ആ നാവിനെ പിടിച്ചു വലിച്ചു വലിച്ചു വലിച്ചല്ല നീട്ടിയിട്ട് അടുത്തുള്ള തൂണിൽ നീ തീനാൽ നിർമ്മിക്കപ്പെട്ട ആ തൂണിലരാ പിടിച്ച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ, ഞാൻ നോക്കുമ്പോൾ
അവളുടെ രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിലോട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കന്റെ പെങ്ങളെ. രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. നാവിനെ അടുത്തുള്ള തീനാലുള്ള തൂണില് അല്ലാഹു ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ മാലാഖമാര് കടന്നു വരികയാണ്. ഓ മാലാഖമാര് എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഇവളുടെ വാ പിടിച്ച് പിളർത്തിയിട്ട്, അവളുടെ വാ അല്ലാഹുവിന്റെ മാലാഖമാര് പിടിച്ച് പിളർത്തിയിട്ട് ആ വായിൽ വൽ ഖുത്റാൻ യുസബ്ബു ഫീ ഹൽഖിഹാ, ചൂട് ടാറിനെ ഉരുക്കി ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്നെന്റെ സഹോദരങ്ങളെ, നാഷണൽ ഹൈവേയിൽ ഉരുക്കി ഒഴിക്കുന്ന ടാറിന്റെ കഥയല്ല, നരകത്തിന്റെ ടാറിന്റെ കഥയാണ് പറയുന്നത്. എന്തോരു ചൂടാ, എന്തോരു ചൂടാണ് എന്റെ സഹോദരങ്ങളെ, ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലൊരു മനക്കോട്ട കൂട്ടാൻ കഴിയില്ല. അവളുടെ കൈ പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിട്ട്, നാവ് പിടിച്ച് ബന്ധിച്ചു വെച്ചിട്ട്, അവളുടെ വായിലെ കണ്ണാക്കിലെ കഥ ചൂട് ടാർ ഒരുക്കി അല്ലാഹു ഒഴിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ പെണ്ണിലേക്ക് നോക്കിയപ്പോ ഫാത്തിമ അവൾക്കൊന്ന് നിലവിളിക്കാൻ കഴിയുന്നില്ല, നാവില്ല, കൈ കൊണ്ടൊന്ന് തട്ടിക്കളയാൻ കഴിയുന്നില്ല, കൈ രണ്ടും പിടിച്ചല്ല പുറകിൽ കെട്ടിവെച്ചിരിക്കുകയാ. ഇത്രത്തോളം ഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന പെണ്ണിനെ ഞാൻ കണ്ടു ഫാത്തിമ, ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് പറയുമ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ എന്ത് തെറ്റാണ് ആ പെണ്ണ് ചെയ്തത്, എന്ത് തിന്മയാണ് ആ പെണ്ണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞതെന്തെന്നറിയോ? അതേ ദുനിയാവിലെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ, നാളെ പരലോകത്തെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ, ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത്രത്തോളം ശിക്ഷിക്കപ്പെടുന്ന പെണ്ണ് നിസ്കരിക്കാത്ത പെണ്ണല്ല, സീരിയൽ കാണുന്ന പെണ്ണല്ല. ആ പെണ്ണ് ആരാണെന്നറിയോ? വഹിയതുദീ സൗജഹാ ബിലിസാനിഹാ, സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. അല്ലാഹുവിന്റെ പടച്ച തമ്പുരാന്റെ നരകത്തിൽ ഇത്രത്തോളം ഭീകരമായ രീതിയിൽ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുമ്പോ എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ? എന്ത് തെറ്റാ പെണ്ണ് ചെയ്തു പോകരുത്, ഭർത്താവിനോട് സഭ്യതയില്ലാത്തൊരു വാക്കാണ് മിണ്ടി പോകരുത്. അതുകൊണ്ട് ഈ പാതിരാത്രി പ്രതിജ്ഞ എടുക്കോ എന്റെ പെങ്ങള്, എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയില്ല. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. അങ്ങനെ ഏതായിരുന്നാലും ഇന്ന് ഭാര്യയുടെ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരുന്നാൽ ആ ഭാര്യ നൊന്തുപെറ്റ മക്കളുടെ മുമ്പിലിട്ട് ആ ഭാര്യയെ പലക്കടിച്ചു കൊല്ലുന്ന കാപാലികരല്ലേ ചെറുപ്പക്കാരെ. എത്രയോ സ്ഥലങ്ങളിലാണ് അവസാന പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ പെണ്ണുമറി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ അവസാന രണ്ടെണ്ണം പ്രസവിക്കുമ്പോൾ അവളുടെ മുഞ്ചു കുറയുമ്പോ, അവളുടെ സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ളത് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ എന്റെ സഹോദരങ്ങളെ? അവസാനം കൊണ്ടുവരാതിരിക്കുന്ന സന്ദർഭത്തിൽ പിഞ്ചോമന മക്കളുടെ മുമ്പിലിട്ട് ആ മാതാവിനെ പീസ് പീസാക്കി കൊന്നുകളഞ്ഞ എത്രയോ ചരിത്രങ്ങളായ എന്റെ പ്രിയപ്പെട്ടവരെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. എന്നാൽ ഇത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ? എന്നാൽ നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയേണ്ട ഉസ്താദേ, പുരുഷ പീഡനം എവിടെയാണ്? എന്റെ സഹോദരങ്ങളെ, പലരുടെയും വീടിന്റെ ഉള്ളറകളില് 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പീഡനമാണ് പുറത്തു പറയാൻ മടിക്കുന്നത്. ഒരു മഹല്ല് കമ്മിറ്റിക്കാരുടെ കമ്മിറ്റി ഓഫീസിൽ ഇന്നുവരെയും ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, ഇന്നുവരെയും ഇങ്ങനെയുള്ള പരാതി വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? പുറത്തിറങ്ങി നടക്കാനുള്ള മാനക്കേട് കരുതിയിട്ട് ഭർത്താക്കന്മാര് കടിച്ചിറക്കി കഴിയുന്നതാ, അവർ സഹിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ട് 14 മുമ്പ് ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗകാന ജമീഉ മാ ഫിൽ അർളി ലഹബൻ വഫില്ലാഹ്. ഒരു പെണ്ണ് അവളുടെ വീട്ടിലുള്ള സർവ്വ സ്വത്തുക്കളും സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അവളുടെ സ്വത്ത് മുഴുവനും ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ പാവപ്പെട്ട ഭർത്താവ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമില്ലാതിരുന്ന ഭർത്താവിന്റെ സ്വഭാവം കണ്ടിട്ട് ഒരു പെണ്ണിനെ വാപ്പ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി സർവ്വ
സർവ്വസ്വത്തുമാകിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി. ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിലും മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫഖർ നടിച്ചു, അന്തസ് നടിച്ചു. മന്നംദാ ഇന്നമൽ മാലുലി വലാ മാലലക, നീ ആരാണ്, നിനക്കൊന്നുമില്ലായിരുന്നല്ലോ, നീ സുഖിക്കുന്ന എല്ലാ സുഖവും എന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നീ യാത്ര ചെയ്യുന്ന വാഹനം എന്റെ ഉപ്പ നൽകിയതല്ലേ, അതുപോലെ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സ്വത്തും എന്റെ പിതാവ് കഷ്ടപ്പെട്ട് നിനക്ക് തന്നതല്ലേ. കയറി വരുമ്പോൾ ഒരു നയാ പൈസ എടുക്കാൻ നിന്റെ കയ്യിലില്ലായിരുന്നല്ലോ. ഇന്നൊരു പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാവപ്പെട്ടവനാണ്. നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ ഭർത്താവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുമ്പോ അവന്റെ സ്വഭാവം കണ്ട്, ദീന് കണ്ടിട്ടാ കൊടുത്തത്, അവന്റെ സമ്പത്ത് കണ്ടിട്ടല്ല. ആ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട നിന്റെ ഭർത്താവ് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിന്നോട് പൈസ ചോദിക്കുമ്പോ ഇതിന്റെ പേരിൽ ഭർത്താവിനെ നീ ശകാരിച്ച, പൈസ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അഹ്ബത്തല്ലാഹു അമലഹാ വലൗ കാന കസീറാ,